രാമായണ മാസത്തിൽ കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിലും നിരവധി ഭക്തരാണ് എത്തുന്നത്. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ രാമായണ പുണ്യം തേടിയാണ് ഓരോരുത്തരും ഇവിടെ എത്തുന്നത്. കോഴിക്കോട് തളി മഹാശിവക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന് മുൻപിലാണ്. തളി മഹാശിവക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെ രാമായണ മാസം ആരംഭിച്ചപ്പോൾ തന്നെ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം തന്നെ തരണം ചെയ്ത് നിരവധി ഭക്തർ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലേക്കും നിരവധി ഭക്തരാണ് ഈ രാമായണ മാസ ആരംഭത്തിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാമായണം എന്ന് പറയുമ്പോൾ രാമനിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ഈ രാമായണത്തിൻ്റെ പ്രത്യേകതകളൊക്കെ തന്നെ ചോദിച്ചറിയാം. ഈ രാമായണം എങ്ങനെയാണ് ഓരോ മനുഷ്യനെയും സ്വാധീനിക്കുന്നത്? രാമായണം എന്ന് പറഞ്ഞ് രാമൻ്റെ ചരിത്രമാണ്. രാമൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിൻ്റെയും മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ ദുരിതകഥകൾ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാമായണ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കത്തോടുള്ള ജീവിതം, എല്ലാവിധത്തിലുള്ള നന്മകളും ദുരിതങ്ങൾ അകന്നു പോകാനുള്ള ഒരു മാസം. പ്രത്യേകിച്ചും കർക്കിടകം ദുരിതമാസം എന്ന് പറയുമെങ്കിലും രാമായണ പാരായണം ആവക ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഓരോ വീടുകളിലും അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഒരുക്കങ്ങളും ആരംഭിക്കുന്നില്ല. അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു? തീർച്ചയായിട്ടും അത് കൂടുതൽ ഒരു പറയാവും നല്ലത്. എല്ലാം വൃത്തിയാക്കും. പിന്നെ പൂജാമുറിയൊക്കെ ക്ലീനാക്കും. ചേട്ടയെ കളഞ്ഞിട്ട് ശ്രീദേവിനെ വരുത്താന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഇതൊക്കെ പലകയൊക്കെ ഒരുക്കി വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കും. തുളസി ഇല വയ്ക്കും, മുക്കുറ്റി, അങ്ങനെ ഇതുണ്ടല്ലോ, ഇലകൾ, കുറേ പൂക്കളുണ്ടല്ലോ, ദശപുഷ്പം, അതൊക്കെ വയ്ക്കും. കിട്ടുന്നത് വയ്ക്കും. ഇപ്പോൾ എല്ലാം ഒന്നും കിട്ടാനില്ലല്ലോ. വീടുകളിൽ രാമായണം എല്ലാ ദിവസവും ഇങ്ങനെ വായിക്കും. ഞങ്ങൾ രണ്ടുപേരും വായിക്കാറുണ്ട്. കുട്ടികളൊക്കെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പം ആരുമില്ല. എല്ലാവരും വലിയ കല്യാണമൊക്കെ കഴിച്ച് പോയില്ലേ. ഓരോ വീടുകളിലും ഇപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും ആ വീട്ടിലെ ഫാമിലി ഒന്നടങ്കം ഇങ്ങനെ പങ്കാളികളായിട്ടല്ലേ ഈ ഒരു രാമായണ മാസത്തിൽ സജീവമായിട്ട് ഇതിൻ്റെ ഭാഗമാകുന്നത്? അതെ. എല്ലാവരും ഇരിക്കും. ചെറിയ കുട്ടികളൊക്കെ വിളിച്ചിരുത്തും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതന്നെ. അതാണ് രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങനെ ക്ഷേത്രത്തിൽ എത്തുന്ന നിരവധി ഭക്തരുണ്ട്. ഇങ്ങനെ മനസ്സിൽ രാമനെ ആവാഹിച്ചുകൊണ്ട്, ആ രാമൻ്റെ എല്ലാ ചൈതന്യങ്ങളെയും ആവാഹിച്ചുകൊണ്ട് അവർ ഈ ഒരു മാസത്തിൽ അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ, രാമൻ ചെയ്ത നല്ല കാര്യങ്ങളും അങ്ങനെയുള്ള ഈ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാം സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലം കൂടിയാണ്. ഒരുപാട് അനുഷ്ഠാനങ്ങൾ കൂടി അടങ്ങിയിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, രാവിലെയും വൈകുന്നേരങ്ങളിലും എല്ലാം തന്നെ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഒരു ഹിന്ദു വീടുകളിലടക്കം ഇത്തരത്തിൽ രാമായണ പാരായണങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വളരെ മഹത്തായ ഒരു മാസം കൂടിയാണ് രാമായണ മാസം. അതുതന്നെയാണ് നമുക്ക് ഈ ഒരു ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി ഭക്തർ ഈ രാമായണ മാസത്തിൽ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട്. രാമായണ മാസത്തിൻ്റെ പുണ്യങ്ങൾ തേടി ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും രാമായണ പാരായണം ഓരോ വീടുകളിലും നടക്കുന്നു. അവർ ആ പുണ്യം മനസ്സിനുള്ളിൽ ആവാഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഈ ഒരു രാമായണ മാസത്തെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്.